ഹലോ, ഇന്ന് നമ്മൾ തികച്ചും സിമ്പിളായിട്ടുള്ളൊരു മുതിര പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും മുതിര വളരെ ഹെൽത്തിയാണ്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു പുഴുക്കാണ്. കഞ്ഞീൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ആവാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/4 കപ്പ് മുതിര എടുത്തിട്ടുണ്ട്. അത് ഞാൻ അന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുക്കാതെ വേണമെങ്കിലും പുഴുക്കുണ്ടാക്കാം. പക്ഷെ ഞാനിപ്പോൾ വറുത്തിട്ടാണ് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടി ടേസ്റ്റി. വറുക്കാൻ കുറച്ച് പണിയുണ്ടെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അരിയൊക്കെ വറുക്കണ പോലെ ഞാൻ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയാണ്. അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒന്നും കൂടെ കളർ മാറി വരണം. വറുത്തിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കാറുണ്ട്. പെട്ടെന്ന് ചെയ്യുമ്പോൾ വറുക്കാതെ ചെയ്യും. ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയമുണ്ട്, അപ്പോൾ വറുത്തിട്ടാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി തുടങ്ങുമ്പോൾ നമ്മളത് മാറ്റുക. എന്നിട്ട് കഴുകി അരിച്ചിട്ട് വേണം കുക്കറിലേക്ക് മാറ്റാൻ. നല്ല കല്ലുണ്ടാവും, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 1/4 കപ്പ് മുതിരയിലേക്ക് ഞാൻ 1/4 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം കുറച്ചധികം സമയം കിടന്ന് വേവണം. മുതിര അത്യാവശ്യം വേവുള്ളതാണ്. ഞാൻ ഉപ്പ് ഇപ്പോഴേ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ മുതിരയിൽ ആരും അങ്ങനെ ഉപ്പിട്ട് കൊടുക്കാറില്ല, വെന്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പിടുക. പക്ഷേ ഞാൻ ഇപ്പം തന്നെ ഇട്ട് കൊടുത്തു. കാരണം മുതിരയിലേക്ക് ആ ഉപ്പൊന്ന് പിടിക്കണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടത് കാരണം കുറച്ചധികം സമയം കിടന്ന് വേവേണ്ടി വരും. കാരണം ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ കല്ല് പോലെ കിടക്കുമല്ലോ. അപ്പോൾ കുറച്ചധികം സമയം കിടക്കേണ്ടി വരും. ഇനി നമ്മൾ ആ മുതിര അവിടെ വേവുന്ന സമയം ഇതിലേക്ക് വേണ്ട 2 മുളക് ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഒരു 5-6 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നിർബന്ധമല്ല, ഞാൻ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ്. എല്ലാം കൂടി ചതച്ച് ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചുവന്നുള്ളി കുറച്ച് അധികം ഉണ്ടായാൽ നല്ല ടേസ്റ്റാണിത്. എന്നിട്ട് ഞാനത് പുഴുക്കാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറച്ചധികം ഉണ്ടാവുന്നത് നല്ലതാണ്, ഒരു ടേസ്റ്റാണ്. അതിലേക്ക് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു. മുതിര ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വിസിൽ വരുന്നവരെ വെച്ച് കഴിഞ്ഞാൽ വിസിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇല്ലെങ്കിൽ 8 മിനിറ്റ് എന്തായാലും വേണ്ടി വരും, എന്നാലേ വേവുള്ളൂ. കാരണം നമ്മൾ ഉപ്പ് ആദ്യം തന്നെ ഇട്ടത് കാരണമാണത്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പില ഇട്ടു. സാധാരണ നമ്മൾ ചെയ്യണ അങ്ങനെ തന്നെയാണല്ലോ. അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഉണക്കമുളക് ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്യുക. അതിലേക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി. വെളുത്തുള്ളി നിർബന്ധമില്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒന്നുകൂടി പറയുകയാണ്, വെളുത്തുള്ളി നിർബന്ധമില്ല. ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ. ചിലർക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല. പകരം ചുവന്നുള്ളി, ഞാനിപ്പോൾ ഒരു 4-5 അല്ലി ചുവന്നുള്ളി എടുത്തത്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം, നല്ല ടേസ്റ്റാണ്. അത് ഇടുന്തോറും നല്ല ടേസ്റ്റാണ്. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അപ്പോഴേക്ക് കുക്കർ പിന്നെ മുതിര വേവായിട്ടുണ്ട്. മുതിര ഇങ്ങനെ കയ്യിൽ വിരലിലിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകണം. ആ ഒരു പരുവത്തിൽ വേണം വേവാവാൻ. നന്നായിട്ട് വേവണം. എന്നാൽ വെന്ത് പൊട്ടിക്കീറി വരാനും പാടില്ല. ചിലതിങ്ങനെ പൊട്ടിങ്ങ് വിരിഞ്ഞ് പോലെ വരും, അങ്ങനെ വരരുത്. എന്നാൽ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവും വേണം. ഇപ്പം അങ്ങനെ ആയിട്ടുണ്ട്. കുക്കറിൽ ഞാൻ 1/4 കപ്പ് മുതിരയ്ക്ക് 1/4 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചത്. പക്ഷേ വെന്ത് വന്നപ്പോൾ കുറച്ച് വെള്ളം അതിൽ കിടക്കുന്നുണ്ട്. അത് അടക്കം നമ്മൾ ആ വെള്ളം അടക്കം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുണ്ടോ വെള്ളം, ആ വെള്ളം അടക്കം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിലിട്ടിട്ട് ആ ഉള്ളിയും ഉണക്കമുളകും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെള്ളം വറ്റിച്ച് തോർത്തിയെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് വരിക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി, അപ്പോഴേ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ ഈ മുതിരയിലേക്ക് പിടിക്കുള്ളൂ. കഞ്ഞിയുടെ കൂടെയാണ് എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ നമുക്ക് തോരൻ പോലെ അങ്ങനെയും വേണമെങ്കിൽ കഴിക്കാം, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇളക്കി വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. കൂടുതൽ വെള്ളം ഇനിയിപ്പോൾ അടിക്ക് പിടിക്കുന്നുള്ള പേടിയുണ്ടെങ്കിൽ 1/4 കപ്പ് മുതിരയ്ക്ക് 1 കപ്പ് വെള്ളമൊക്കെ ഒഴിക്കുക. ഇനിയിപ്പോൾ എത്ര വെള്ളം കൂടുതലായി പോയാലും നമുക്ക് ഈ സമയത്ത് അത് ഇതിലൊഴിച്ചിട്ട് അങ്ങ് വറ്റിച്ചെടുത്താൽ മതി. പരന്നൊരു പാത്രത്തിലായത് കാരണം പെട്ടെന്ന് വറ്റി വരും ചെയ്യും. നന്നായിട്ട് വേവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കുക്കറിൽ വേവിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വരണം. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. കഞ്ഞീൻ്റെ കൂടെ കഴിച്ച് നോക്കുക, അതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മഴക്കാലമാകുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ ഐസൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് പയറുവർഗ്ഗങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പഴയ വീഡിയോസൊക്കെ എല്ലാം ഒന്ന് കണ്ടു നോക്കുക.
സിമ്പിളായിട്ടുള്ള ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.